എൻ്റെ പേര് റെജി. ഞാൻ വണ്ടൻമേട് ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് 2024 ഉടമ്പടി എടുത്തതാണ്. എൻ്റെ 18 വർഷമായിട്ട് എനിക്ക് കുഞ്ഞില്ലായിരുന്നു. ഞാൻ ഒത്തിരി ആശുപത്രികളിലും എല്ലായിടത്തും പോയി, എന്നിട്ട് ഒരു ഇതും കാണുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ സുഹൃത്ത് ഒരു ആൻറ്റിയുടെ വീട്ടിൽ ഞാൻ ചെല്ലുന്നത്. അപ്പം എന്നോട് ആൻറ്റി പറഞ്ഞു, നിങ്ങളൊരു ഉടമ്പടി എടുക്കുക, ഉടമ്പടി എടുത്ത് നിങ്ങൾ എന്താണ് ആ ഒരു ആശുപത്രിയിലോ എവിടെയെങ്കിലും പോയാൽ മതി എന്ന് പറയുന്നു. ഞാൻ ഇവിടെ വന്ന് ഞാനൊരു ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഇതെങ്ങനെ ആണേലും ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ പറ്റി. 2025 ഫെബ്രുവരി 21 എനിക്കൊരു ആൺകുഞ്ഞിനെ കിട്ടി. അതാണ് എൻ്റെ കുഞ്ഞിതാണ്. ഞാൻ ഒരു ഫംഗ്ഷന് പോകാനോ ഒരു കല്യാണത്തിന് പോകാനോ ഒന്നിനും പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ലായിരുന്നു. എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു, നിനക്ക് കുഞ്ഞിനെ കൊണ്ടുവരാൻ മേലായിരുന്നോ, ഇപ്പോഴേ എൻ്റെ ചങ്ങ പൊട്ടുമായിരുന്നു. ഞാനതുകൊണ്ട് എങ്ങും ഞാൻ പോകത്തില്ല, ഒരു കാര്യത്തിനും പോകുന്നില്ലായിരുന്നു. അതുപോലെ വിഷമിച്ചു. നാളിലും മാതാവിനും തിരുക്കുമാരനും 100,000 നന്ദി. എൻ്റെ അച്ഛനും. ഞാൻ ഈ തൈലമൊക്കെ എന്നും തേക്കും, എൻ്റെ കുഞ്ഞ് കരയുമ്പോഴും എല്ലാം തേക്കും. ഞാൻ കുർബാനയ്ക്ക് എല്ലാ ആഴ്ചയിലും പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയിലും പോകും. ഒരാഴ്ച പോലും മുടക്കത്തില്ല. ഇവള് ഗർഭണ്ടായെന്ന് അറിഞ്ഞപ്പം തൊട്ടായി ഞാൻ ഒരു പള്ളി മുടക്കിയിട്ടില്ല. എല്ലാ പള്ളിയിലും പോകും, എല്ലാ പ്രാർത്ഥനയും ഉണ്ട്. എന്നാലും മാതാവിനോട് എനിക്ക് ഭയങ്കര ഇതാണ്. ഞാൻ വിളിച്ചാൽ ആ ഘട്ടത്തിൽ എനിക്ക് മാതാവ് അത്ഭുതം തരും. ഓരോ ആവശ്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കെല്ലാം തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തരുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട് പൊളിച്ചിട്ടിരിക്കുക, ഒരു വീട് വെക്കുവാൻ വേണ്ടി. ഇപ്പം 28-30 വർഷമായിട്ട് പോയ വീടായിരുന്നു. അത് പൊളിച്ചിട്ടേക്ക് 1 രൂപ പോലും ഇല്ല എൻ്റെ കയ്യിൽ. മാതാവ് എനിക്ക് തരുമെന്ന് ഉറപ്പുകൊണ്ടാണ് അത് പൊളിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞല്ലേ നമ്മൾ ഓരോന്ന് പറയുന്നത്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഈ ആൻറ്റിയാണ് എനിക്ക് ഈ കൃപാസനത്തിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്, ഞാനിവിടെ വന്നത്. എല്ലാത്തിനും ഒരുപാട് നന്ദി. അമ്മ മാതാവിനും തിരുക്കുമാരനും 100,000 നന്ദി. ഞാൻ ഒരു കുഞ്ഞിനെ പഠിക്കാനായിട്ട് ഉള്ളത് സഹായിച്ചു. 1 വർഷത്തേക്ക് അത് സഹായിച്ചു. പിന്നെ ആര് വന്ന് ചോദിച്ചാലും നമ്മൾ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ കൊടുക്കും. ഞാനില്ല എന്നൊരു വാക്ക് പറയല്ല. ആശുപത്രി കേസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ളതുപോലെ ഞാൻ കൊടുക്കും. അത് ചിലർ കൊണ്ട് തരും, ചിലർ തരികയല്ല, ചിലർ അതുവഴി പോവും. എന്നാലും പൊക്കോട്ടെ, എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുമ്പം പത്രങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് നല്ല രീതിയിൽ ഒരസുഖവും ഇല്ലാതെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കുഞ്ഞിനെ തമ്പുരാൻ തന്നു. മാതാവിനും ഈശോപ്പച്ചനും 1000 നന്ദി. എൻ്റെ ബന്ധുവിൻ്റെ സസിനായ മകനാണ് റെജി ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വഴി നമ്മുടെ വീട്ടിൽ വരികയും ഭയങ്കരമായി വിഷമത്തിൽ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. ഞാൻ റെജിയോട് പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കുഞ്ഞിനെ കിട്ടും എന്ന് ഞാൻ പറഞ്ഞു വിട്ട്. റെജിക്ക് വീട്ടിൽ ചെന്നിട്ട് സമാധാനമില്ല. റെജി പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ 3-ാമത്തെ മാസം ഭാര്യ ഗർഭിണിയാവുകയും ഒരു ആൺകുഞ്ഞിനെ ദൈവം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ വീടില്ലായിരുന്നു, ഒരു വീടിനുള്ള പണി തുടങ്ങി വെക്കാനും സാധിച്ചു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം.